am Divya Brindo. Welcome to our channel. അപ്പോൾ നമ്മളൊന്ന് ടൗൺ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. മമ്മി കുറേ ദിവസമായിട്ട് പരാതി പറയുന്നു, മമ്മി ക്രിസ്മസിന് പള്ളി ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റിയില്ല, ടൗൺ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ മമ്മി? മമ്മിയും കൂട്ടി ഒന്ന് ഇറങ്ങാന്ന് വെച്ചു. പാവം മമ്മി എത്ര ദിവസമായിട്ടിരിക്കുന്ന എന്തേ കൊണ്ടേ ഒന്ന് കാണിച്ചൂടെ മമ്മീനെ? കാണാനുള്ള ഒരാൾ ഉറങ്ങിപ്പോയി കേട്ടോ ഇവിടെ കിടന്ന്, പാവം. മമ്മി പുറത്തേക്ക് ഇറങ്ങി കാണുന്നല്ലേ? പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ ഇങ്ങനെ മമ്മി ഈ രാത്രിയിൽ ആര് കാണാനോ മമ്മിയുടെ കോസ്റ്റ്യൂം ഇറങ്ങി അങ്ങ് കാണ്. മമ്മി മേക്കപ്പ് ഇട്ടിട്ടില്ല, മമ്മി ഷോൾ ഇട്ടിട്ടില്ല, മമ്മി മേക്കപ്പ് അല്ല ചുരിദാർ, ഞാൻ വീട്ടിലിടുന്ന ചുരിദാർ ഇട്ടോണ്ടാ. മമ്മി ഇത് മമ്മി വീട്ടിലിടുന്നത് മമ്മിക്ക് മാത്രം അറിയത്തുള്ളൂ, വേറുള്ളവർക്കൊന്നും അറിയത്തില്ല മമ്മി വീട്ടിലിടുന്നതെന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ ഈ ഡ്രസ്സില്. അതല്ല, എന്റെ ഡ്രസ്സിൽ ഫുള്ള് മഞ്ഞളിന്റെ കറി, അവളെ കുളിപ്പിച്ചതിന്റെ, കൊച്ചിനെ കുളിപ്പിച്ചതിന്റെ. മമ്മി ഇറങ്ങ്. ഞാൻ ഇറങ്ങണില്ല മമ്മി ആരും കാണില്ലെന്ന്, വേഗം ഓടിപ്പോയി കണ്ടിട്ട് വാ. എല്ലാം കണ്ടുന്നേ, ഞാൻ ഇവിടെ ഇരുന്നൊക്കെ. മമ്മി ഇങ്ങോട്ട് മാത്രല്ല, അതെ പുറകോട്ടൊക്കെ എന്തോരം ഡെക്കറേഷൻ ഉണ്ടെന്ന് അറിയോ? ഞാൻ കണ്ടു. ഇതേ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ മമ്മി ഇറങ്ങണ്ട് കേട്ടോ. മമ്മി ആരെങ്കിലും കണ്ടാ വേഗം ചാടി വണ്ടിക്കകത്ത് കയറിക്കോണം കേട്ടോ. നിങ്ങൾ ഇറങ്ങണല്ലോ മനുഷ്യ. ആ അത് ശരിയാട്ടോ, കൊച്ചിനെ തന്നെ ഇട്ടച്ച് വരണ്ട. അപ്പൊ നമ്മുടെ പള്ളിയിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ആണ് കേട്ടോ ഈ കാണുന്നേ. മമ്മി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ അതിലേക്ക് കയറി പോകാറുണ്ട്. സാരില്ല, മമ്മി വേണേ സൂത്രത്തിലൊന്ന് പോയി കണ്ടിട്ട് പോവാ വേഗം. ചോദിച്ചതാണ്. അപ്പൊ ദേ LED ലൈറ്റ്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പുൽക്കൂടുണ്ട് കേട്ടോ. ദേ മാലാകമാര്, സാന്റാക്ലോസ് ദേ ആകാശത്തോട് പോവാണ് കേട്ടോ. പിന്നെ ദേ സ്റ്റാറ്, റെയിൻഡിയർ വണ്ടി വലിക്കുന്നത് റെയിൻഡിയർ. ആഹാ, മമ്മിക്ക് ഇത്രയും നോളജ് ഒക്കെ ഉണ്ടല്ലേ? വണ്ടി വലിച്ചോണ്ട് പോകണോ? ആ കണ്ടു 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 കണ്ടു. റെയിൻഡിയർ വണ്ടി വലിച്ചോണ്ട് പോകണം. പിന്നെ ദേ ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ കണ്ടോ മമ്മി? നല്ല രസമല്ലേ? രസം. പിന്നെ ദേ മാതാവിന്റെ ഗ്രോട്ടോ അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ? ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു രസം തന്നെയാ അല്ലേ മമ്മി? എപ്പോഴും നമുക്ക് ക്രിസ്മസ് സീസൺ ആവുമ്പത്തേ ഒരു ഭയങ്കര എൻജോയ്മെന്റ് അല്ലേ? വാവ്, അടിപൊളി. മമ്മി ഇനി നമുക്ക് തൊടുപുഴ ടൗണിലേക്ക് ഒന്ന് പോകണ്ടേ? ചാടി വണ്ടി കയറിക്കോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മമ്മി രാത്രി ടൗൺ കാണുകയാണ് മക്കളെ. നേരാട്ടോ, എത്ര നാളായി ഞാൻ ടൗണിലൊക്കെ ഇറങ്ങി. മമ്മിക്ക് പോയാനാ? ഓഹോ, ഞാൻ എങ്ങനെ പോകും? മമ്മി ആ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോണോ അങ്ങോട്ട്? അല്ല, ഒരു ടാസ്ക് വിളിച്ചു. പുറകില് ശവപ്പെട്ടിയൊക്കെ നല്ല മിന്നി മിന്നി നിൽക്കുന്ന കണ്ടു. ഞാൻ ചോദിക്കട്ടെ മമ്മി, വണ്ടിയൊക്കെ എടുത്തോണ്ട് മമ്മി പൊക്കോളാൻ പറഞ്ഞാല് ക്രിസ്മസ് ആയിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതായിട്ട് എന്തിനാ കുറക്കണേ? എന്റെ മമ്മി, അതും വെറും ലൈറ്റിംഗ് അല്ലേ, LED ലൈറ്റിംഗ്. അയ്യോ, എല്ലാ കട അടച്ചു പോവാണ് ഇപ്രാവശ്യം. ക്രിസ്മസിന് ഡെക്കറേഷൻ കുറവാണെന്നോ? ഞാനൊരു പുതുമയോടെ എവിടെ കാണുവാ, ഇത്ര നാള് കൂടി കാണും. മമ്മി എപ്പോഴും വിളിക്കുന്നല്ലേ വാ വാന്ന്. അന്നേരം മമ്മി ഡാഡിയെ വിട്ട് മമ്മി ഒരു മിനിറ്റ് മാറി നിൽക്കില്ല. സന്ധ്യയൊക്കെ ഞാൻ പുറത്തിറങ്ങില്ല. ഉമ്മാണെങ്കിലും പുറത്തിറങ്ങാൻ മമ്മിക്ക് ഭയങ്കര മടിയല്ലേ മമ്മി? അതെ, ഡാഡിയെ മിസ് ചെയ്യുന്ന മമ്മി പറയണേ. ഒരു മണിക്കൂർ പോലും പിരിഞ്ഞിരിക്കാൻ വയ്യെന്നല്ലേ മമ്മി? അയ്യോ, സച്ച് എ ക്യൂട്ട് കപ്പിൾ. അതെ 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 അതെ. ഈ പിള്ളേര് ചുമ്മാ ഓരോന്ന് പറയണോ? അപ്പൊ സ്നേഹം ഇല്ലേ? സ്നേഹമില്ലാന്നല്ല, പ്രകടിപ്പിക്കൊന്നുമല്ല മമ്മിയുടെ സ്നേഹം. അതെ അതെ, മനസ്സിലാന്നൊക്കെ അല്ലേ മമ്മി? ഇത് എന്ത് ഡെക്കറേഷനാ നോക്കിയാ മമ്മി? ഇവിടെ പണ്ടൊക്കെ ഇവിടെ ചെരുപ്പ് മേടിക്കാൻ പറ്റുന്ന ഒരു കട ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നടാ. ഇപ്പൊ പറയരുത്, ഇവിടെ എങ്ങും വണ്ടി ഇടാൻ സ്ഥലമില്ല. ഇതുപോലെ റോഡിന് നടക്കൊന്നും കൊണ്ട് വണ്ടി ഇടാൻ പറ്റില്ല കേട്ടോ. ഇവര് ഇട്ടേക്കണ എന്നാ അങ്ങനെ? അത് ഇട്ടേക്കണ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നാ പറയണേ? ഒരു പള്ളിയിലെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പള്ളിയിലെ ഡെക്കറേഷൻ കാണാൻ പോവാ അല്ലേ മമ്മി? ഇതേ ടൗൺ പള്ളി വന്നു. ഇവിടെ അടിപൊളി ഡെക്കറേഷൻ ആണല്ലോ മമ്മി, നല്ല രസമുണ്ടല്ലേ? കൊറേ ട്രീസ് ഒക്കെ ഉണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ഇവിടെ പിന്നെ പുറത്തിറങ്ങിയാൽ ഇവിടെ ആരും ഇല്ലല്ലോ മമ്മി, വേണേ പുറത്തിറങ്ങി കാണ്. നമ്മുടെ ടൗൺ പള്ളിയിലെ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. എന്ത് രസമാണല്ലേ? LED ലൈറ്റ്സ് ഓടുന്നതായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടോ?
ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. മമ്മി ഇനി എവിടെയാ മമ്മി പോണ്ടേ? പറയൂ പറയൂ. എല്ലാവരും ഇന്ന് തൊടുപുഴ ഫുള്ള് കാണാൻ പോവാന്നൊക്കെ അല്ലേ മമ്മി? ചുമ്മാ വട്ടം ചുറ്റി അങ്ങ് പോയേക്കാം. കഴിക്കാനൊന്നും ഇറങ്ങണ്ട. ഐസ്ക്രീം വീട്ടിൽ ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട്. മമ്മി നല്ല വാനിലയുടെ ഫ്ലേവർ, നല്ല തണുത്ത ഐസ്ക്രീം. വേണ്ട? പക്ഷെ പണ്ട് നമ്മളിങ്ങനെ ഈ ഇന്ത്യൻ ബേക്കറിലൊക്കെ ഒരു വലിയൊരു കുറ്റി ഗ്ലാസ് നിറയെ നട്ട്സും ഉണക്കമുന്തിരിയും മമ്മിക്ക് എന്നാ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിനകത്തും മമ്മിക്ക് നട്ട്സ് വേണം. പക്ഷെ അന്ന് അങ്ങനെ തരുമായിരുന്നു. നല്ല വയറ് നിറയെ തിന്നാൻ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എന്തേ? ഇപ്പൊ അങ്ങനെ ഒരിടത്ത് കയറുമ്പോഴും അങ്ങനെ കിട്ടണില്ലല്ലോ. ഇപ്പൊ നട്സിനൊക്കെ വില കൂടി. ഡ്രൈ ഫ്രൂട്ട്സും ഇല്ല. ഇനി എവിടെയാ മമ്മി പോവാ? ചുമ്മാ വട്ടം കറങ്ങി. എന്നാ മമ്മി നമുക്ക് വീട്ടിൽ ചെന്നിട്ടേ ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കുണ്ട് വീട്ടില്. ചക്കപ്പുഴുക്കിനകത്ത് നല്ല പന്നിക്കറി അങ്ങോട്ട് ഒഴിച്ചു കഴിക്കാല്ലേ. ഇത് രക്തരക്ഷസ് നാടകം പോയില്ലേ? ഇല്ല, ഇപ്പോഴും ഉണ്ടെന്നാ വന്നേ. രക്തരക്ഷസ് നാടകം കാണാൻ പോലെ മമ്മി. പിന്നെ നമ്മള് പിന്നെ കണ്ണാടി നോക്കിയാലും മതി അല്ലേ? മമ്മി ഞാൻ ചോദിക്കട്ടെ, നല്ല ചൂടൻ ചക്കപ്പുഴുക്കിനകത്ത് നല്ല നല്ല വരട്ടിയെടുത്ത പന്നിക്കറി അങ്ങ് കൂട്ടി കഴിക്കാല്ലേ. ഇച്ചിരി അച്ചാറും. ഇത് കേൾക്കുന്ന നമ്മുടെ ഫോളോവേഴ്സ് നമ്മളെ ചുമ്മാ തര പറയും, നിങ്ങളെ ചുമ്മാ കൊതിപ്പിക്കാതെ ഇറങ്ങിയേക്കോന്നൊക്കെ പറഞ്ഞു അല്ലേ മമ്മി? അങ്ങനെ കൊതി പിടിച്ച എല്ലാവർക്കും മമ്മി ചക്കപ്പുഴുക്ക് തരുന്നതായിരിക്കും അല്ലേ? വീട്ടിൽ വന്നാ അമ്മമ്മയുടെ കൂടെ പോക്കോ. എന്റെ കുഞ്ഞു ടൂറ് പോയാനോ? എപ്പോയാനോ? അവള് ഉറങ്ങിപ്പോയി ടൂർ പോയപ്പോ. തൊടുപുഴ വരെ ടൂറ് പോയി. തൊടുപുഴ ടൗണ്, പള്ളി. ഇനി ടൗൺ കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുത് കേട്ടാ. എന്റെ ചക്കര കുഞ്ഞേ.